ശ്രീ പ്രകാശൻ ഇപ്പോൾ നടന്ന അക്രമ സംഭവങ്ങളെ അപലപിക്കുന്നുണ്ടോ? ഉണ്ണിയമ്മേ തുമ്പടി വന്നു. ഇതില് ഞാൻ പറയുന്നത് മാധ്യമം ഒരു മര്യാദ കാണിക്കണം. ഇവിടെ ഏതെങ്കിലും ഒരു സംഭവം സംബന്ധിച്ച് റിപ്പോർട്ട് ചെയ്യാനാണെങ്കിൽ നിങ്ങൾ ആ സംഭവത്തിന് റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് അവതരിപ്പിച്ചാൽ പോരെ. നിങ്ങൾ എന്തിനാ മന്ത്രിക്ക് നേരെയുള്ള ആക്രമണം വിഷയമായിട്ട് എടുക്കുന്നത്? ഒരു മര്യാദ ഉണ്ടാവണ്ടേന്ന്. അതെ, ആദ്യം നീ നന്നാകാൻ നോക്ക്, എന്നിട്ട് മതി സ്വയം നന്നാകുന്നത്, കേട്ടാ? നിങ്ങളിപ്പോ അരമണിക്കൂറായി ചർച്ച. നമ്മുടെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന വ്യക്തി ഇരിക്കുന്ന ഓഫീസിൽ നേരെ ആക്രമണം ഉണ്ടായിരിക്കുകയാണ്. ആയിക്കോട്ടെ, അതുകൊണ്ടാ അയാൾ പാർട്ടി ഓഫീസറല്ലേ, ഇരിക്കട്ടെ എന്ന്. അതുകൊണ്ടാ ഞാൻ പറയുന്നത്, ഇവിടെ ഇപ്പോ ഈ സംഭവം സംബന്ധിച്ച് അരമണിക്കൂറായി ഇവിടെ ചർച്ച നടക്കുന്നത്. ആ ചർച്ചയിൽ അരമണിക്കൂർ നേരം എന്താണ് നടന്നിരിക്കുന്ന കാര്യം? മുഖ്യമന്ത്രിയെയും ആരോഗ്യമന്ത്രിയെയും CPM-കാരെയും DYFI-കാരെയും SFI-കാരെയും തെറി പറഞ്ഞ് അത് മുഴുവൻ കൽപ്പിക്കലും കഴിഞ്ഞിരിക്കുന്നേ. അതിനും ഞാൻ മറുപടി ശ്രമിച്ചാലോ? വൃത്തികേടൊരു അതിരുമാണ് കേട്ടോ. ഞങ്ങളുടെ വാഹനത്തിന് നേരത്തും കല്ലേറുണ്ടായിരിക്കുന്നു. ശ്രീ പ്രകാശൻ മിണ്ടാതിരിക്കണമെന്നാണ് അങ്ങ് പറയുന്നത്. അത് നിങ്ങൾ വേറെ നടത്തിക്കോ, വേറെ നടത്താനോ? ഈ ചർച്ചയ്ക്കിടയിലാണ് ആക്രമണം. ശ്രീ പ്രകാശൻ എന്നെതിരെ നിങ്ങൾ ചർച്ച വിളിച്ചേ. നോക്കൂ, ഈ ചർച്ചയിൽ ഇരിക്കുന്ന വ്യക്തി ഇരിക്കുന്ന ഓഫീസിന് നേരെ ആക്രമണം ഉണ്ടാകുമ്പോൾ നമ്മൾ എങ്ങനെയാണ് കണ്ടില്ലെന്ന് അടിക്കുക? നിങ്ങൾ ആയിക്കോട്ടെ, അത് നിങ്ങൾ വേറെ ആയിക്കോ. അതെങ്ങനെ വേറെ ആവുക? ചർച്ചയുടെ ചെലവിൽ കോൺഗ്രസ്സുകാരൻ തെറി പറഞ്ഞു. എന്ത് തെറിയാണ് കേട്ടത്? അരമണിക്കൂറായാലും തെറി പറയുന്നേ. എന്ത് തെറിയാണ് കേട്ടത്? തെറി പറയുന്നേ. എന്ത് തെറിയാണ് അങ്ങ് കേട്ടത്? ശ്രീ പ്രകാശൻ എന്ത് തെറിയാണ് അങ്ങ് കേട്ടത്? തമ്മാടികളിലും തെണ്ടികളിലും പിന്നെ കല്ലും വടിയുമായിട്ട് വന്നവർ കല്ലും വടിയും ഞങ്ങളുടെ വാഹനത്തിന് നേർക്കും എറിഞ്ഞു. ശ്രീ പ്രകാശൻ ആരോഗ്യമന്ത്രിയെയും SFI-യെയും ഞാൻ പറയട്ടെ, ഞാനിപ്പോ അതിന് മറുപടി പറഞ്ഞാല് കോൺഗ്രസിന്റെ ഓഫീസ് ഞങ്ങൾ എന്ത് വില കൊടുത്ത് പിന്നെ ഞങ്ങൾ സംരക്ഷിക്കുന്നു പറഞ്ഞാൽ ഞാൻ എതിരേറ്റ് പറഞ്ഞാലോ? ഞങ്ങൾ ആരോഗ്യമന്ത്രിയെ തൊട്ടാൽ വിടില്ല എന്ന് ഞാൻ പറഞ്ഞാലോ? അതാണ് സംഭവിച്ചത്. നിങ്ങൾ ചർച്ചക്കാ വിളിച്ചത്. അത് ആയിക്കോട്ടെ, അത് നിങ്ങൾ വേറെ ചർച്ച ചെയ്തോ? അതെങ്ങനെ വേറെ? നോക്കൂ, നമ്മുടെ ചർച്ചയിൽ ഒരാൾ പങ്കെടുക്കുകയാണ്. അയാൾ പങ്കെടുക്കുന്ന സ്ഥലത്തേക്ക് കല്ലുകൾ വന്നു വീഴുകയാണ്. ശ്രീ പ്രകാശൻ നിർവികാരമായി എങ്ങനെയാണ് നമുക്ക് ഈ ചർച്ച തുടരാനാവുക? ഇയാൾക്ക് തലയ്ക്കെന്താ തകരാറാണ്? ചർച്ചക്കട് വിമാനാപകടമൊന്നും അല്ലല്ലോ. ചർച്ചക്കട് വിമാനാപകടം മന്ത്രിയൊന്നും അല്ലല്ലോ. ഒരല്പം മട്ടുണ്ടല്ലേ നിർത്തി റിപ്പോർട്ട് ചെയ്യാൻ. അങ്ങനെയാണ് ഈ പരിക്കിന്റെയും ആക്രമണത്തിന്റെയും തീവ്രത അളക്കുന്നത്. ശ്രീ പ്രകാശൻ, എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ ചോദിക്കുന്നത് ഈ ചർച്ച, ഞാൻ ചോദിക്കുന്ന സ്മൃതി, 1 മണിക്കൂറാണ് ഈ ചർച്ച. 35 മിനിറ്റായി. ഈ 35 എന്തായി 35 മിനിറ്റ് നടന്നത്? നിങ്ങൾ എന്തിനാ എന്നെ വിളിച്ചിരിക്കുന്നേ? നിങ്ങൾ ഓഫീസ് വിളിച്ചിട്ടാണല്ലോ ഞാൻ വന്നേ. നമ്മൾ ആ വിഷയം തന്നെയാണല്ലോ ചർച്ച ചെയ്യുന്നത്. നോക്കൂ, ആ വിഷയത്തിലാണ് അവിടെ SFI പ്രതിഷേധം നടത്തിയത്. അത് അക്രമ സംഭവത്തിലേക്ക് മാറിയിരിക്കുന്നത്. ശ്രീ പ്രകാശൻ, ഞാൻ ഏതിനാ മറുപടി പറയണത്? അങ്ങ് ആദ്യം അക്രമ സംഭവത്തോട് എങ്ങനെ പ്രതികരിക്കുന്നു? ഏറ്റവും ഒടുവിലുണ്ടായ സംഭവത്തോട് പ്രതികരിക്കും. അതിനുശേഷം ഞാൻ ചോദിച്ചത് എന്താണ്? ഞാൻ അങ്ങയോട് ചോദിക്കുകയായിരുന്നല്ലോ, ആരോഗ്യമന്ത്രിയെ കണ്ടിരുന്നോ? എവിടെയാണ് പരിക്ക്? ഇതല്ലേ ഞാൻ ചോദിച്ചത്. ഞാൻ നിങ്ങളെ താളത്തിനടുത്ത് തുള്ളാൻ വന്ന ആളൊന്നുമല്ലേ. സ്മൃതി, ഞാൻ നിങ്ങളുടെ താളത്തിനൊത്ത് തുള്ളാൻ വന്ന ആളൊന്നുമല്ല. ഞാൻ ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. നിങ്ങൾ അരമണിക്കൂറായി ഞങ്ങളെ തെറി പറയിക്കുന്നു, നിങ്ങളെ മൈക്കും വെച്ചിട്ട്. പിന്നെ ഞാനിതിന് മറുപടി എന്ത് മറുപടി ചെയ്യാനാ? ആ സംഭവം നടന്നതെന്ന് എനിക്കറിയോ? നിങ്ങൾ പിന്നെ അവിടെ പ്രതികളെ ഒളിപ്പിച്ചിട്ട് അവിടേക്ക് വന്നാണെങ്കിലോ? അങ്ങനെ ഉണ്ടാവാലോ? എന്തൊക്കെ വൃത്തികേട് കാണിക്കുന്നത് ചർച്ചയുടെ പേരിൽ. നിങ്ങൾക്ക് ഞങ്ങൾ അധിക്ഷേപിക്കേണ്ട താല്പര്യം ഉണ്ടാവും, പക്ഷെ ഇങ്ങനെ ആവരുത്. 1 മണിക്കൂർ ചർച്ചയ്ക്ക് 35 മിനിറ്റായി ആണ് ഞങ്ങളെ ആക്രോശിക്കുന്നത്, ഞങ്ങൾക്കെതിരായിട്ട്. സമയം പോയതാണ് പ്രശ്നമെങ്കിൽ അങ്ങേക്ക് ആവശ്യത്തിന് സമയം തരാം. ശ്രീ പ്രകാശൻ, അങ്ങേക്ക് പറയാം, ആരോഗ്യമന്ത്രിക്ക് നേരെ നടന്ന ആക്രമണവുമായി ബന്ധപ്പെട്ട് അങ്ങ് നേരിട്ട് കണ്ട കാര്യം അങ്ങ് പറയൂ. ആരോഗ്യമന്ത്രിയെ കണ്ടിരുന്നു? ഞാൻ ചോദിച്ചതാണല്ലോ, ആരോഗ്യമന്ത്രിയെ കണ്ടിരുന്നോ? എവിടെയാണ് പരിക്ക്? ഞാൻ പറഞ്ഞത് കേരളത്തിൽ ഇന്നുവരെ നടക്കാത്ത രൂപത്തില് ഭരണം നഷ്ടപ്പെടുന്നതിന്റെ ഒരു പിന്നെ പ്രയാസം കൊണ്ട് കേരളത്തിനകത്ത് ഒരു രാഷ്ട്രീയ പാർട്ടി സ്വീകരിക്കാൻ പാടില്ലാത്ത നിലപാടുകൾ ഇവിടെ ഈ പറയുന്ന കോൺഗ്രസ്, VD സതീശന്റെ നേതൃത്വത്തിൽ ഈ പറയുന്ന SFI-കാരെ, പിന്നെ യൂത്ത് കോൺഗ്രസിനെയും KSUവിനെയും കൂടി എടുപ്പിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, KSUവിന് എന്താ ഇതിനകത്ത് കാര്യം? KSU-ആണോ ഈ പിന്നെ ആരോഗ്യരംഗത്തെ കാര്യങ്ങൾ സംബന്ധിച്ച് സമരം? ഇവിടെ എന്താ നടന്നുകൊണ്ടിരിക്കുന്നത്? കേരളത്തിന്റെ ചരിത്രത്തിൽ ഏതാണ്ട് 50ഓളം കാര്യങ്ങളിൽ ആരോഗ്യവകുപ്പിന് അവാർഡ് കിട്ടിയിരിക്കുന്നു ഈ കഴിഞ്ഞ 10 കൊല്ലക്കാലം. അതിനൊന്നും ഇല്ലേ? എന്നിട്ട് ആരോഗ്യമന്ത്രിയെ ആരോഗ്യവകുപ്പിനെ മോശമാക്കാൻ അവരുടെ വീട്ടിലേക്ക് തള്ളിക്കയറുക, അവരുടെ വീട്ടിൽ കൊല്ലുമെന്ന് പറഞ്ഞ് നിങ്ങളിപ്പോ പിന്നെ അവിടെ പിന്നെ കൊണ്ടുപോയിട്ട് റീത്ത് വെക്കുക.
ആരോഗ്യമന്ത്രിയെ കാര്യം ആക്രമിക്കുക, എന്നിട്ട് അക്രമം നടന്നിട്ടില്ല എന്ന് പറയുക. ഇന്നിപ്പോ കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും നടന്ന് ചർച്ച ചെയ്യുന്ന ആരോഗ്യമന്ത്രിക്കായിരുന്ന ആക്രമണമല്ലേ? അതിന് പറഞ്ഞ ആക്രമണം ഉണ്ടായിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, ഈ സംഭവം ഉണ്ടായിട്ട് എന്താ കോൺഗ്രസിന്റെ നിലപാട്, ലീഗിന്റെ നിലപാട് എന്താ? ഇത് ന്യായീകരിക്കുകയല്ലേ? ഇവിടെ ഇപ്പോ ഉമ്മൻചാണ്ടിക്കെതിരെ നടന്ന അക്രമം എന്നാലും നിങ്ങൾ പറയുന്നുണ്ടല്ലോ. അന്ന് ആ അക്രമത്തെ അപലപിച്ച പാർട്ടിയെ CPM. അന്നത്തെ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ ഉമ്മൻചാണ്ടിയെ ചെന്ന് കണ്ട് അദ്ദേഹത്തോട്, പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തോട് ചെന്ന് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഇക്കാര്യം അംഗീകരിക്കുന്നില്ല. അന്ന് പിണറായി വിജയൻ പ്രസംഗിച്ച അങ്ങേക്ക് ഓർമ്മയുണ്ടോ? ശ്രീ എം പ്രകാശൻ, അന്ന് പിണറായി വിജയൻ നടത്തിയ പ്രസംഗം അങ്ങേക്ക് ഓർമ്മയുണ്ടോ? കേൾപ്പിക്കണോ? ഒന്ന് കേൾക്കാം. എന്തിനാ ഞാനത് ഓർമ്മിക്കുന്നത്? കേൾക്കൂ. ഞാൻ VS പറഞ്ഞ കാര്യമാണല്ലോ പറഞ്ഞേ. ആയിക്കോട്ടെ. അന്ന് പിണറായി വിജയൻ ആരാണ്? അന്നത്തെ കേൾക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഞാൻ പറയാം, നിങ്ങൾക്ക് ഈ പറയുന്ന CPM-നെ അധിക്ഷേപിക്കാൻ എന്ത് കിട്ടിയാലും നിങ്ങൾ വാർത്തയാക്കും. അയാൾ അവിടെ ഇവിടെ എങ്ങനെയൊക്കെ നടന്നോട്ടെ, ബുദ്ധിക്ക് ഒരു 5 പൈസ കുറവുള്ള ആളാ. അയാൾ എന്താ എപ്പോഴാ ചെയ്യണെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെയല്ല. നോക്കൂ, ഒരു സംഭവത്തെ അപലപിക്കുകയാണോ എങ്ങനെയാണ് പരിഹസിക്കുകയാണോ ചെയ്യുന്നത് പ്രധാനപ്പെട്ട വിഷയമാണ്. ഇവിടെ കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞത് ഒരു ദൃശ്യമുണ്ട് എങ്കിൽ ആ ദൃശ്യങ്ങൾ ഉണ്ടെങ്കിൽ KSUവിന്റെ പ്രവർത്തനം ഈ ചെയ്തതിനെ അപലപിക്കും, അല്ലെങ്കിൽ അവർക്കെതിരെ നടപടി എന്നുള്ള രൂപത്തിലാണ് കോൺഗ്രസ് നേതാക്കൾ പ്രതികരിച്ചത്. പക്ഷേ നമുക്ക് ദൃശ്യങ്ങൾ തെളിവായില്ല. വരട്ടെ ദൃശ്യങ്ങൾ എന്നുള്ള ഞാൻ ചോദിക്കട്ടെ സ്മൃതി, നിങ്ങൾ ഇന്ന് വീട്ടിൽ പോകുമ്പോ നിങ്ങൾ ആരെങ്കിലും അടിച്ചു, നിങ്ങൾ അടിച്ചു എന്ന് പറഞ്ഞാൽ അതിന് തെളിവായിട്ട് ഫോട്ടോ ഉണ്ടെന്ന് എനിക്ക് പോലീസിന്റെ കാവലില്ല ശ്രീ എം പ്രകാശൻ. എനിക്ക് 50 പോലീസുകാരുടെ അകമ്പടിയില്ല ശ്രീ എം പ്രകാശൻ. അതാ ഞാൻ പറഞ്ഞത്. നിങ്ങള് ആ സംഭവം സംബന്ധിച്ച് കൃത്യമായിട്ട് പോലീസ് അന്വേഷിക്കുമല്ലോ, എന്താണ് നടന്നിരിക്കുന്നത്, തെളിവുണ്ടോ? തെളിവുണ്ടെങ്കിലല്ലേ പോലീസ് കേസെടുക്കുള്ളൂ, അല്ലാതെ കേസെടുക്കുമോ? അതിന് അടിച്ച ആൾ പറയാണ് അടിച്ചിട്ടേ ഇല്ല, അടിച്ചതിന് ഫോട്ടോ ഉണ്ടോ, അടിച്ചതിന് വീഡിയോ. നമുക്ക് റെയിൽവേ സ്റ്റേഷനാണല്ലോ ശ്രീ എം പ്രകാശൻ. CCTV ദൃശ്യങ്ങൾ ഉറപ്പായിട്ടും അത് കിട്ടേണ്ടതാണ്, നമുക്കത് കാത്തിരിക്കേണ്ടതാണ്. പക്ഷെ പുറത്തു വന്ന ദൃശ്യങ്ങൾ നോക്കൂ, ഒന്ന് കേൾക്കൂ, അങ്ങ് ക്ഷമയോടൊന്ന് കേൾക്കൂ. പുറത്തു വന്ന് നോക്കൂ ശ്രീ എം പ്രകാശൻ, ആരോഗ്യമന്ത്രിക്ക് നേരെ ആക്രമണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ശക്തമായി അപലപിക്കേണ്ട വിഷയം തന്നെ. ആരോഗ്യമന്ത്രി എന്നല്ല, ആർക്കെതിരെ ആക്രമണം ഉണ്ടായാലും അത് അപലപിക്കേണ്ടതാണ്, അതിലൊരു സംശയവുമില്ല. പക്ഷെ പുറത്തു വന്ന ദൃശ്യങ്ങൾ എന്നുള്ളത് ഈ KSU പ്രവർത്തകരുടെ കരിങ്കൊടി പ്രതിഷേധം ഒരു വശത്ത് നമ്മൾ കാണുന്നുണ്ട്. പിന്നീട് കാണുന്നത് ആരോഗ്യമന്ത്രി നടന്നു പോകുന്നു, നല്ല സമാധാനമായിട്ട് നടന്നു പോകുന്നു, പോലീസ് കൂടെയുണ്ട്. പക്ഷേ പെട്ടെന്ന് മന്ത്രി തിരിഞ്ഞ് അങ്ങോട്ടേക്ക് അറ്റാക്ക് ചെയ്യുന്ന രീതിയിൽ പ്രതികരിക്കാൻ പോവുകയും പോലീസ് പ്ലീസ് എന്ന് പറഞ്ഞ മന്ത്രിയെ പിടിച്ചു മാറ്റുന്ന ദൃശ്യങ്ങളുമാണ് നമ്മൾ കാണുന്നത്. പിന്നെ എവിടെ വെച്ചാണ് ഈ പരിക്കേറ്റതെന്ന് നമുക്ക് ദൃശ്യങ്ങൾ കാണാനാകുന്നില്ല. അത് വരട്ടെ, വന്നാൽ ഉറപ്പായിട്ട് നമ്മൾ ആ രൂപത്തിൽ തന്നെ KSUക്കാർക്കെതിരെ പ്രതികരിക്കും. ആ ദൃശ്യങ്ങളൊന്ന് കാണേണ്ടതുണ്ട് ശ്രീ പ്രകാശനെ. എവിടെന്നെങ്കിലും ആ ദൃശ്യം വരണ്ടേ? അന്വേഷിച്ചിട്ടല്ലേ പോലീസ് എടുക്കുക. ഞാൻ ചോദിക്കട്ടെ, ഒരാശുപത്രിയിൽ ഒരാളെ ഒരു പരിക്കുമില്ലാതെ കിടത്തി ICUവിലാക്കോ? അങ്ങനെ എനിക്കറിയില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപനം ഒന്നുമല്ലല്ലോ ആശുപത്രി, അങ്ങനെ ആക്കുവോ? നിങ്ങൾ നാട്ടിൽ ജീവിക്കുന്നത് ഒരു പരാതി പറഞ്ഞു കഴിയുമ്പോൾ ഉറപ്പായിട്ടും കേസെടുക്കുമല്ലോ. പരാതി പറയുമ്പോൾ അവിടെ പ്രതിഷേധത്തിനെത്തിയ ആളുകൾക്കെതിരെ കേസെടുത്തിരിക്കുന്നു. പരാതി മന്ത്രിയുടേതാണ്, എങ്ങനെ അവഗണിക്കാനാകും? ഞാൻ ചോദിക്കുന്നത്, ഞാൻ പരാതി പറ്റിയല്ല പറയുന്നത്. ഒരാളെ ആശുപത്രിയിൽ പോയിട്ട് ഒരാളെ ICUവിലാക്കാൻ ഒന്നുമില്ലാതെ ICUവിലാക്കുവോ? അറിയില്ല ശ്രീ എം പ്രകാശൻ. അതാണ് ന്യായം. അതിനൊക്കെയുള്ള സംവിധാനമൊക്കെ നമ്മുടെ നാട്ടിൽ അതിനൊക്കെയുള്ള സംവിധാനമുണ്ട് ശ്രീ എം പ്രകാശൻ. മന്ത്രി സെക്കൻഡ് പ്ലാറ്റ്ഫോമിലേക്ക് പോകുന്നു. മന്ത്രി അവിടെ ഇരുന്ന ശേഷമാണ് കഴുത്തുവേദന പറയുന്നത്. ഒരുപക്ഷെ കഴുത്തിന് തള്ളു സംഭവിച്ചിട്ടുണ്ടാകാം, ആ ഉന്തിലും തള്ളിലും സംഭവിച്ചിട്ടുണ്ടാകാം, നമുക്കത് അറിയേണ്ടത്. ഞാൻ ചോദിച്ചതല്ലേ, അങ്ങ് മന്ത്രിയെ കാണാൻ പോയിരുന്നോ, എവിടെയാണ് പരിക്കെന്ന് ഞാൻ ചോദിച്ചത് കൊണ്ടാണ്. അത് അങ്ങ് മറുപടി പറഞ്ഞില്ല, അങ്ങ് കണ്ടിരുന്നു. ഞാൻ മറുപടി കാര്യമില്ലല്ലോ. അല്ല, അങ്ങ് കണ്ടിരുന്നു എന്ന് ചോദിക്കുകയാണ്, അങ്ങ് കണ്ണൂരിലല്ലേ ഉള്ളത്. മന്ത്രിയെ പരിശോധിച്ചതിന് ശേഷമാണല്ലോ ICUവിലാക്കുക. ICUവിൽ വെറുതെ ഒരാളെ ആക്കോ? എന്നിട്ട് സംഭവം നടന്നിട്ടേ ഇല്ല, മന്ത്രി അഭിനയിക്കുകയാണ്, നാടകക്കാരിയാണ്, ആ നാടകം ചെയ്തിരിക്കുന്നത് മുഖ്യമന്ത്രിയും ഷംസീറും. ഈ വൃത്തികേടെല്ലാം പറയാൻ നിങ്ങൾ അനുഭവിച്ചല്ലോ. നിങ്ങൾ ഈ വൃത്തികേടെല്ലാം പറയുന്നതിന് അനുഭവിച്ച ഞാനിപ്പോ അതിനെ അവരോട് പറയണ്ടേ? നാടകം എന്ന് പറയുകയാണെങ്കിൽ അങ്ങ് ഒരു പ്രതികരണം കേട്ടു പോകണം കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഒരു പ്രതികരണം അങ്ങ് കേട്ടു പോകണം. 2013 ഒരു പ്രതികരണം കേട്ടു പോകണം. ഞാൻ പ്രസംഗം ഒന്ന് കേൾപ്പിക്കാം, പ്ലീസ്. കേൾക്കൂ. ഞങ്ങളൊക്കെ പണ്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നെഞ്ചിന് ഇത്ര വലിയ ഈ ലോഹക്കൂടുണ്ട് എന്ന് ഞങ്ങളാരും ഇതേവരെ മനസ്സിലാക്കിയിട്ടില്ല. അതിപ്പോ ഉമ്മൻചാണ്ടി പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്. കല്ലിങ്ങനെ വന്നാൽ ഇവിടെ കൊണ്ടാൽ ഠെം ജല്ലി തെറിച്ച്
അടുത്ത ഗ്ലാസ് പൊട്ടത്തക്ക രീതിയിലുള്ള ഒരു ലോഹക്കൂടാണ് ഇവിടെയുള്ളത് എന്ന് ഞങ്ങളാരും മനസ്സിലാക്കിയിരുന്നില്ല. കുറച്ചൊരു ഉപ്പും കൂട്ടി വിടുങ്ങാൻ പറ്റുന്ന നുണ ആളുകൾക്ക് കൊടുക്കണ്ടേ? ഈ പ്രതികരണത്തെ എന്തായിട്ടാണ് അങ്ങ് വിശേഷിപ്പിക്കുക ശ്രീ എം പ്രകാശ്? ഈ പ്രതികരണം 101% ശരിയാണ്. ഓ എന്നാ പിന്നെ പേടിക്കണ്ട. ആണോ? അന്ന് ആ സംഭവത്തിന്റെ അവിടെ ഞങ്ങൾ അന്ന് കണ്ണൂരിലുണ്ട്. ഒരാളുടെ നെഞ്ചത്ത് ഒരു കല്ല് കൊണ്ടിട്ട് അത് തെറിച്ച് കാറിന്റെ മേലെ വീണ് കാറിന്റെ ചില്ല് പൊളിയുമെന്ന് പറഞ്ഞാൽ അത് ചോറ് തിന്നാക്ക് വിശ്വസിക്കാൻ കഴിയില്ല. ആണോ? 88-ാം പ്രതി ദീപക് ചാരാടിന് 3 വർഷവും 18-ാം പ്രതി COT നസീറിന് 99-ാം പ്രതി ബിജു പറമ്പത്തിന് 2 വർഷം വീതം തടവ് ലഭിച്ച ഉത്തരവുണ്ടായിരിക്കുന്നു. അപ്പോൾ ഒരു നാടകത്തിന് ലഭിച്ച ശിക്ഷയാണോ അത്? അയ്യോ പോട്ടെ പോട്ടെ. ഞാൻ മുഖ്യമന്ത്രി അതിനെ പറ്റിയൊന്നല്ലോ പറഞ്ഞത്. മുഖ്യമന്ത്രി പറഞ്ഞത് ആ സംഭവത്തെ സംബന്ധിച്ച് കോൺഗ്രസ്സുകാർ വിശേഷിച്ച കാര്യത്തെ കുറിച്ചാണ്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അന്ന് അതാണ് ഞാൻ പറഞ്ഞത്. അതേന്ന് എനിക്ക് മനസ്സിലാവൂലേ? നിങ്ങൾ എന്നെ പഠിപ്പിക്കേണ്ട കാര്യമുണ്ടോ? മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ച് ഇന്നത്തെ മുഖ്യമന്ത്രി അന്ന് പറഞ്ഞ കാര്യം എനിക്ക് തെറ്റിദ്ധാരണയൊന്നുമില്ല. ഇന്നത്തെ മുഖ്യമന്ത്രി പറഞ്ഞ 101% ശരിയാണ്. ഒരാളുടെ നെഞ്ചത്ത് കല്ല് കൊണ്ടിട്ട് ആ കല്ല് തട്ടി തെറിച്ച് കാറിന്റെ ചില്ലിന്റെ മേലെ പോയി അത് പൊട്ടുമെന്ന് ചോറ് തിന്നൊരാൾക്ക് വിശ്വസിക്കാൻ വേണ്ടി കഴിയില്ല. അന്ന് നമ്മുടെ ഇന്നത്തെ മുഖ്യമന്ത്രി പറഞ്ഞത്. അപ്പൊ പിന്നെ കോടതി ശിക്ഷിച്ചതോ? കല്ലേറിന്റെ ദൃശ്യങ്ങൾ അന്ന് പുറത്തു വന്നതല്ലേ? അന്ന് കല്ലേറിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നല്ലേ? ശിക്ഷിച്ചത് കല്ലേറ് നടത്തിയതിന്റെ പേരിലാണ്. ഉമ്മൻചാണ്ടിയുടെ നെഞ്ചിന് കൊണ്ടതിന്റെ പേരിലല്ല. അല്ല, പദത്തേമത്തിനല്ല ശിക്ഷിച്ചത്. കല്ലേറിന് 2 വർഷമൊക്കെ ശിക്ഷ അല്ലേ? ഉമ്മൻചാണ്ടി വെറുതെ എവിടേക്കെങ്കിലും കല്ലേറിന് 2 വർഷം ശിക്ഷ. കോടതി കൊടുത്തിരിക്കുന്ന അന്ന് കോടതി കൊടുത്ത മറുപടികൾ കോടതിയിൽ ഉമ്മൻചാണ്ടി പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നിങ്ങൾ അന്ന് പോലീസ് അദ്ദേഹത്തിന്റെ വസ്ത്രം എന്ന് പറഞ്ഞിട്ട് കോടതിയിൽ ഒരു ഹാജരാക്കി. ഖദർ കുപ്പായം. ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞത് നിങ്ങൾ റെക്കോർഡ് നോക്കണം. ഉമ്മൻചാണ്ടി പറഞ്ഞു ഇത് എന്റെ ഷർട്ടല്ല, ഞാൻ ആ സമയത്ത് ഇതെല്ലാം ധരിച്ചത്. അന്നത്തെ പോലീസുകാർ കൃത്യമായിട്ട് ഉണ്ടാക്കിയതാണ് ആ കാര്യമെന്ന് വിധിന്യായത്തിനുണ്ടല്ലോ. നിങ്ങൾ വസ്ത്രത്തെ കുറിച്ചുള്ള നമ്മുടെ തർക്കം കല്ലെറിഞ്ഞോ പരിക്കേറ്റിരുന്നോ എന്നുള്ളതാണല്ലോ. അന്ന് ഉമ്മൻചാണ്ടിക്ക് പരിക്കേറ്റിരുന്നു എന്നുള്ളത് വ്യക്തമായ കാര്യമാണ്. ഞാൻ പറയട്ടെ ആ സംഭവത്തെ അപലപിച്ച പാർട്ടിയാണ് CPM. ഉമ്മൻചാണ്ടിയെ നേരിട്ട് കണ്ട് അന്ന് ഇതിനെ ഞങ്ങൾ ന്യായീകരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പരസ്യമായിട്ട് പിണറായി വിജയന്റെ പ്രതികരണമാണ് ഞാൻ കാണിച്ചത്. അന്നും അത് വധശ്രമമായിട്ട് തന്നെയാണ് വ്യാഖ്യാനിക്കപ്പെട്ടത് കേട്ടോ. അന്നും അത് വധശ്രമമായിട്ട് തന്നെയാണ്. ഇരുമ്പുവടി, കല്ല്, മരവടി എന്നിവ കൊണ്ട് എറിഞ്ഞു പരിക്കേൽപ്പിച്ചു. ഞാൻ പറഞ്ഞിരിക്കുന്നത് സഖാവ് പിണറായി പറഞ്ഞ കാര്യം ശരിയാണെന്നാണ്. ഒരു കാരണവശാലും സഖാവ് പിണറായി വിജയനും സഖാവ് VS-ഉം ഒരുപോലെ ശരിയാവുന്നത് എങ്ങനെയാണ്? എന്നെ നിങ്ങൾ വിചാരണ ചെയ്യല്ല. ഞാൻ ചോദിക്കുകയാണ്. ഞാൻ പറഞ്ഞത് ആ സംഭവത്തെ CPM അപലപിച്ചിട്ടുണ്ട്. പാർട്ടി CPM നിലപാടല്ലേ ഞാൻ പറയുന്നത്. ആ സംഭവത്തെ CPM അപലപിച്ചിട്ടുണ്ട്. ഇപ്പോ റീത്ത് കൊണ്ടുവച്ചതിനെ അപലപിക്കുന്നില്ല. നോക്കൂ, റീത്ത് വെക്കുന്ന പ്രതിഷേധം ഇവിടെ SFI നടത്തിയിട്ടില്ലേ? റീത്ത് വെച്ച പ്രതിഷേധം ഇവിടെ SFI നടത്തിയില്ല. ഏറ്റവും ഒടുവിൽ നമുക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ ആ കേസിനെ ഒരു തരത്തിൽ ന്യായീകരിക്കാൻ പറ്റില്ല. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിലെ വീടിന് മുന്നിൽ റീത്ത് വെച്ചു. അത് പോട്ടെ പറയട്ടെ. വിക്ടോറിയ കോളേജ്, പാലക്കാട് വിക്ടോറിയ കോളേജിലെ പ്രിൻസിപ്പൽ ഓർമ്മയില്ലേ? കോൺഗ്രസ്സുകാർ പറഞ്ഞു ഞാൻ പറയല്ലേ സ്മൃതി. സ്മൃതി കോൺഗ്രസിന്റെ ഒരാളെ എത്തിയിട്ടുണ്ടല്ലോ. SFIക്കെതിരെയുള്ള കാര്യം അവര് പറയും. നിങ്ങൾ എന്തിനാ പറയുന്നേ? അല്ല, എനിക്കറിയുന്ന കാര്യങ്ങൾ ഞാൻ പറയും. സ്മൃതി ചോദിക്കേണ്ട കാര്യം എനിക്കറിയുന്ന കാര്യങ്ങൾ പറയും. നിങ്ങൾ സ്വീകരിച്ച സമരമാർഗങ്ങൾ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നേ. അത് കോൺഗ്രസ് നിങ്ങൾ കോൺഗ്രസിന് വേണ്ടി അങ്ങനെ സംസാരിക്കില്ല. കോൺഗ്രസിന് വേണ്ടിയൊന്നും അങ്ങ് വ്യാഖ്യാനിക്കണ്ട. അവരോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ അവരോട് ചോദിക്കും. ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ ചെയ്ത സമരമാർഗങ്ങളാണ്. നിങ്ങൾ അവലംബിച്ച സമരമാർഗങ്ങളാണ് ശ്രീ എം പ്രകാശൻ. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ കേസ് ഞാൻ ചോദിക്കട്ടെ, യൂത്ത് കോൺഗ്രസ്സുകാർ റീത്ത് വെച്ച കാര്യം പറയുമ്പോ SFIക്കാർ റീത്ത് വെച്ചിട്ടില്ലേ ചോദിക്കേണ്ടത് മാധ്യമപ്രവർത്തകരുടെ ജോലിയല്ല അല്ലേ? അത് ശരി, അതെനിക്കറിയില്ല. കോൺഗ്രസ്സുകാർ ചോദിക്കട്ടെ, അതെനിക്കറിയില്ല. നിങ്ങൾ എന്താ പറയണ്ടു? എന്ത് ചോദിക്കണം, ഏത് വാർത്തയിലേക്ക് പോകണം, എത്ര നേരം ഒരു വാർത്തയിൽ നിൽക്കണം, എല്ലാം നിശ്ചയിക്കാൻ നിങ്ങളുണ്ടല്ലോ. ഞാൻ തോറ്റു.